ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് 18ലേക്ക് എനിക്കറിയാം ഷോർട്ട് ഫിലിംസ് റിയാക്ട് ചെയ്തിട്ട് കുറെ ആയി നിങ്ങൾ എല്ലാവരും പറയാറുണ്ട്, കിട്ടാറില്ല, അതുകൊണ്ടായിരുന്നു. എനിവേ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് കിഡ്നി ടച്ചിങ്, ഹാർട്ട് ടച്ചിങ്, അതുപോലെ തന്നെ ചുക്കാവണി ടച്ചിങ് വരെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ ഉംബ്ലിക്കൽ കോഡിന് ടച്ച് ചെയ്യും. കണ്ടോ? ഇതിന്റെ ഡയറക്ഷൻ ആരാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡിയർ ലവ്. എത്ര നാളായി ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. അതെന്ത് പണ്ടാരങ്ങളാവട്ടെ, നിങ്ങൾക്ക് ഏതായാലും ഷോർട്ട് ഫിലിമിന്റെ പേര് അറിയാനായിട്ട് ഒരു ആഗ്രഹം പോലും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും, ഈ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് സാന്ത്വനം. അതൊരു സീരിയൽ അല്ലേ? സിനിമ അയക്കുന്നതാണ്. അവരുടെ നെഞ്ചത്തേക്ക് കയറിയിരിക്കെങ്കിൽ ഇവന്മാരുടെ നോയിസ് ക്യാൻസലേഷൻ ഞാൻ ചെയ്ത് കൊടുക്കണം. അവൻ ഇതുവരെ കണ്ടില്ല, അവന് ഇത് വരുമെന്ന് തോന്നുന്നില്ല. അവന് നോക്കി നിന്നാൽ നമ്മുടെ ജോലികളൊക്കെ മുടങ്ങും. നമുക്ക് പോകാൻ നോക്കാം. തമ്പുരാന് കാർ തുടക്കാനൊക്കെ അറിയാലോ. എനിക്ക് ഇന്ന് 1 ലക്ഷം രൂപ വേണം, വൈകിട്ട് കിട്ടണം. അറിയാലുണ്ടോ സ്വഭാവം? അത്യാവശ്യമാണ്. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഒന്നിനു പോലെ രണ്ടാമം കൊണ്ടുപോകും. കൊടുത്തേ കാണണ്ട. എന്താണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ മക്കളാരും നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ചേട്ടൻ ആദ്യം ഒന്ന് തിരിഞ്ഞിരിക്കും. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ലാളിച്ചാ വളർത്തിയത്? ദേവിനെ എടുത്ത് വളർത്തിയത് എന്തായാലും ഒരു അനുഗ്രഹം തന്നെ. അവൾ ഈ സത്യം പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? സത്യം അറിയും, എല്ലാം അവളോട് തുറന്ന് പറയുക തന്നെ. വയസ്സാം കാലത്ത് നമ്മൾ രണ്ടും വയസ്സാം കാലോ? എത്ര വയസ്സായ അമ്മയ്ക്ക്? ആരണ്ടൊക്കെ വരുന്നുണ്ട്. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണ് കണ്ടിട്ട് പോയാ മതിയൊക്കെ. വെല്ലാടി രാജ വന്നിട്ടേ എന്ന് അഭിനയിച്ച് മരിക്കും. തുടങ്ങിയിട്ടുണ്ട്. മൈൻഡ് ചെയ്യണ്ട പച്ച, പെൺകുട്ടികളെ കാണുമ്പോൾ അഭിനയം. എന്നെ വീട്ടിലൊക്കെ കൊണ്ടുവന്നാക്കോ? അതുവരെ മറ്റേ മാസമായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ പെണ്ണിനെ കണ്ടപ്പോഴേക്കും തല കറങ്ങി. എന്തോ അത് കൊക്കക്കോളയോ? വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കോ. നേരത്തെ വിസ്കി ആണെന്ന് തോന്നുന്നു. ഇന്നലെ ആരാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്ന് വിസ്കിയാണ് എടുത്ത് കീറ്റണം. ഇന്ന് ശരിയാക്കി തരാം. അനാഥയാ? അപ്പൊ അത് അച്ഛനും അമ്മയും അല്ലേ? അച്ഛനും അമ്മയും എനിക്ക് ആരുമില്ല. മക്കളെല്ലാം വിദേശ. ആരാടാ എന്റെക്ക് ക്യാമറ താത്തത്? മക്കളെല്ലാം വിദേശത്ത് പോയിരിക്കുക, കാശുണ്ടാക്കാൻ. എനിക്കാണെങ്കിൽ ആരുമില്ല. ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഒരാളെ കിട്ടിയില്ലേ? ആരുമില്ല. മോളെ കൊണ്ട് നിൽക്കുമോ? എന്തിന്? മോളെ കൊണ്ട് നിൽക്കുമോ? എന്റെ ഒരു അപേക്ഷയാണ്. എഴുതെഴുത്, അപേക്ഷ എഴുത്. ചിരിക്കരുത്, അത് അഭിനയിക്കട്ടെ. ഒരു ചായ കൂടി ഇട്ട് കൊടുക്ക്, വായിൽ തരട്ടെ.
എന്താ മോള് ചോദിക്കൂ? കൈയ്യട് ചോദിച്ചോ. മോളെ വിളിച്ചോളൂ. എനിക്ക് ജനിക്കാത്ത പോയ മോളാണ്. പറയൂ മോളെ. അല്ല, എന്റെ ഒരു ഡൗട്ട്, അനാഥയാണെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണല്ലേ ഇത്? ഇപ്പൊ ഇത് എങ്ങോട്ടാ പോയി കേറിയേക്കുന്നേ? രണ്ട് അനാഥർ തമ്മിൽ കണ്ടുമുട്ടുകയാണ് അങ്ങനെ. മോള് പറഞ്ഞതാണ് വളരെ ശരി. നമുക്ക് ആരുമില്ലാത്തവർക്ക് ഇതൊരു ആശ്രയമാക്കണം. എടുത്തവർക്കും കഴിച്ചവർക്കും ഏത് ഇത്? നിങ്ങൾക്ക് ആരോട് ആശ്രയം ഉള്ളത്? ഒരു ലക്ഷം കിട്ടിയ ഈ പ്രമാദം ഒപ്പിടണം. ഇത് എന്റെ പേരിലാക്കിയതാണ്. ഇതിൽ ഒപ്പിടട്ടോ? ഒപ്പിടില്ല. ഒപ്പിടാനാ പറഞ്ഞേ. അത് കണ്ടാ ഇതെല്ലാം തെറ്റ് തന്നെയാണ്. ഞാൻ എന്റെ കാര്യത്തിന് പിടിക്കാൻ പോവാ. ഒപ്പിടാൻ വന്നതാ. അന്ന് തുപ്പിയൊക്കെ അതിനകത്ത് കോഴിക്കാട്ടം പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്നതാ വേണ്ടോ? ഇവന്മാരൊക്കെ അഭിനയിച്ച് തകർക്കുവാണല്ലോ. ആ വീട്ടിലിരിക്കുന്ന ഫർണിച്ചർ മാത്രമാണ് എന്നിട്ട് അഭിനയിക്കുന്നുള്ളൂ. വീടും സ്ഥലമൊക്കെ എഴുതി മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണു മണ്ടൻ. ഇദ്ദേഹത്തിന് മാനസിക രോഗം. 2 വിസ്കി അടിക്കും. ഈ മരുന്നൊക്കെ കഴിച്ച് നമ്മുടെ ആയുസിന്റെ നീളം കൊണ്ടുള്ള വല്ല കാര്യവും. എന്നാ പോയി ചത്തോളാം. ഇങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. എലി വിഷമൊന്നും കൊടുക്കരുത്. ഒരു പാറ്റാവിളിയെ കൊടുത്താൽ മതി. അതിനുള്ളതൊക്കെ ഉള്ളൂ. അങ്ങനൊന്നും പറയുന്നത് കേട്ടോ. ചേട്ടൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ബലത്തിലാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നു. നമ്മുടെ മക്കളൊക്കെ എത്ര ക്രൂരന്മാരായിപ്പോയി. തന്റെ അല്ലേ മോൻ? അത് ശരിയാ. നമ്മുടെ ദൈവം കൂടെ ഇതൊന്നും കാണാൻ കേൾക്കാനില്ലാതെ നന്നായി. അപ്പോൾ നമ്മുടെ ഈ അവസ്ഥ അറിയാതിരുന്നാൽ മാത്രം മതി. അല്ല, ഈ ചേട്ടൻ വോൾഫ് കട്ടാണോ എടുത്തേക്കുന്നത്? നല്ല മലയാള മനോരമ. ഇന്നലിട്ടിരുന്ന ഓറഞ്ച് ചുരിദാർ നല്ല ഭംഗിയായിരുന്നു. ഏതോ മഞ്ഞപ്പത്രത്തിൽ നിന്ന് വന്നാന്ന് തോന്നുന്നു. ഫേസ്ബുക്കിൽ നോക്കിയാൽ മതിയെന്നേ. ഒരു കൊച്ചുകുട്ടിയുടെ പടം. വിഷ്ണു എന്ന പേര്. ഫ്രണ്ടാണല്ലേ? അതെ. എനിക്ക് കുട്ടി ഇഷ്ടമാണ് ഒരുപാട്. വിവാഹം കഴിച്ചോട്ടെ. ഫേസ്ബുക്കിൽ നിന്റെ ശല്യം കാണാൻ ഞാൻ ബ്ലോക്ക് ചെയ്തു. നിനക്ക് എന്ത് വേണം? എനിക്ക് നിന്നെ കെട്ടണം. കിട്ടിക്കോ, നല്ല പറ്റിയ സമയം. നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം? നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാമ്പത്തിക ചുറ്റുപാട് എനിക്കില്ല. ഞാൻ അനാഥയാണ്. നീ രാമദത്തന്റെ മോളല്ലേ? അല്ല. പിന്നെ ഈ പേരും പറഞ്ഞ് ഞാൻ ശല്യം ചെയ്തു. അതിന്റെ ഇത്തിരി ഓക്സിജൻ താടാ. രാമദത്തന്റെ മോളല്ലേ? പിന്നെ ആരാ? നിന്റെ തന്ത. അങ്ങനെ ആ പ്രണയം ചെയ്തു. ഇനി വേറെ വല്ല പണച്ചാക്കിനെ നോക്കാം. അത് വളരെ നല്ലൊരു അഭിനയമായിരുന്നു. സാർ ഏത് സ്റ്റേഷനിലെയാ? Look at this dude. No. എന്റെ ഉംബ്ലിക്കൽ കോഡിൽ തൊട്ട് തുടങ്ങി. ഇത് ദേവദത്തൻ തമ്പുരാനാണ്. തമ്പുരാനോ? ആര്? ഇത് ദേവദത്തൻ തമ്പുരാനാണ്. സന തോന്നിയായിരിക്കും. ഇപ്പോൾ ഒരു മാനസിക വിഭ്രാന്തിയില. മക്കളുടെ സ്വത്തെല്ലാം തട്ടിക്കൊണ്ടുപോയി. നോക്കാൻ ഇപ്പൊ ആരുമില്ല. ഇത് തമ്പുരാൻ. അതുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ നോക്കിക്കോളാം. പറ്റിയ ആൾക്കാരുടെ തമ്പുരാനെ കൊണ്ടേ കൊടുത്തേക്കുന്നു. Same, but different. No money, no honey. Good boy,
തമ്പുരാട്ടി എങ്ങോട്ടാ? വൃദ്ധാശ്രമം എഴുതി ഒട്ടിച്ചാണെന്ന് പറയത്തേ ഇല്ല. പുതിയ ഒരു അഭ്യവാസി വന്നിട്ടുണ്ട്. മോളെ നോക്കിയിട്ട് കിടില ഷോട്ടിലും രോമം എഴുതിട്ട് തള്ളക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ കാലമാണ് എല്ലാം എഴുതി മേടിച്ചേ നമ്മളങ്ങനെ ജീവിക്കും. എല്ലാം കൊണ്ടുപോയി എക്സൈറ്റ്മെന്റ് ആണോ കാണിച്ചത്? നിനക്കറിഞ്ഞൂടെ മോളെ ആ ശിവന് അവനൊരു ദിവസം വന്ന് അച്ഛനെ സ്വത്തെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് പോയി. ബിച്ചുമ്പയും പറ അതിന്റെ വായിൽ എന്തെങ്കിലും തള്ളിക്കേറ്റി വെച്ച്. നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ അച്ഛൻ ചെയ്ത് കുറച്ച് പഞ്ഞിയുണ്ടോ തള്ളിക്കേറ്റി വെക്കാനായിട്ട്? അച്ഛൻ ചുമ്മാതെ പുലമ്പുന്നത്. കൊല്ലം ഞാനെന്തിനാ ഇരിക്കുന്നത്? ഇത് ഒരു ദിവസം മകൻ ഭീഷണിപ്പെടുത്തി സ്വത്തെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് പോയി. അമ്മ മുതൽ എങ്ങനെയാണ്? ശരി, ഓക്കെ, ഞാൻ നോക്കട്ടെ. വലിയ ചെലവില്ലാത്തൊരു ഉപദേശം വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ പുള്ളി ആ പുള്ളിനെ കൊല്ലും. കാരണം കൊല്ലണമെന്നാണ് പറയുന്നത്. അതിന് നല്ല ഈ പുള്ളിനെ അങ്ങോട്ട് നിർത്താപ്പറ്. അങ്ങോട്ട് കൊന്നു വേണം ഡോക്ടറെ. ഡോക്ടറിന് കാര്യം മനസ്സിലായി. ഇമാതിരി വേട്ട അഭിനയാണ് അഭിനയിക്കുന്നത്. കാണിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് 1-2 മാസത്തെ മരുന്നുകൾ ഭേദമാക്കാൻ പറ്റുന്നതാണ്. അടങ്ങും വെറുപ്പിക്കാതെ. എഴുത് ഭാവിക്ക് 4, കാന്താരി 3, പച്ചമുളക് 15. എഴുതിയതിന്റെ പകുതിയായി കയറിക്കൊടുത്ത. എഴുതിയതിന്റെ ബാക്കി അതുമേ ഇരിക്കുകയല്ലേ. മസനഗുടി വഴി ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം? ഇത് കാണുമ്പോ നമുക്ക് കുഴപ്പം. ആ ചേട്ടൻ ഒരു കൂസലും ഇല്ല. ഇവിടെ എന്നായി തേമ്പി വിടുന്നേ? എല്ലാവരും തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ആരോട് പറയാ? ആര് കേൾക്ക? ആ ചേട്ടൻ ക്യാമറ നോക്കി ചിരി തുടങ്ങി കേട്ടോ. ചേട്ടാ ക്യാമറ നോക്കല്ലേ എന്ന്. അമ്പോ എന്റെ മോനെ തീർ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സെറ്റ് സാധനം. അയ്യോ കീച്ച സാധനം. നിനക്ക് എന്തിനാ മരുന്ന് കൊടുക്കുന്നേ? 2 കൊടുക്കാൻ കൂടി ചന്തിക്കിട്ട്. വേദനക്കല്ല, ഒരു ഒലക്കൊരെണ്ണം കൊടുക്ക്. ശ്വാസം വലിച്ചിട്ട് ലക്ഷണമാണ് കേട്ടോ. എല്ലാവരും കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. ആ പയ്യൻ മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ. അപ്പൊ മാനസികമായിട്ടുള്ള പ്രശ്നമല്ലേ. 2-3 മാസം നമ്മൾ നോക്കുമ്പോൾ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് സന്നദ്ധ സംഘടനകള് നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. പേപ്പറിൽ എഴുതിയേക്കുന്നത് നോക്കി വായിക്കുക. സമയമുണ്ടെന്നേ. അനാഥരെ സംരക്ഷിക്കുന്ന ഈ വൃദ്ധാശ്രമം ഉണ്ടല്ലോ, അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ആ ഒരു ശുഭാപ്തിയും വിശ്വാസമുണ്ട്. ഗാന്ധിയം ആദർശം തീർച്ചയായും പഞ്ചായത്തിൽ ഞാനൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. 2 മാസത്തിനകം ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് മരുന്നിന് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നില്ല. അനാഥ ഇല്ലാത്തൊരു ലോകം തന്നെ നമുക്ക് സ്വപ്നം കഴിഞ്ഞ ഒന്ന് എഴുന്നേറ്റ് വന്നതല്ല, ഒരു ബഹുമാന സൂചകമായിട്ട്. വേണ്ട, എനിക്ക് മൂത്രം ഒഴിക്കാൻ പൊട്ടും. എന്റെ മൂത്രം മൊത്തം ഉമ്പിളിക്കൽ കോട് വഴി തട്ട
ഇതിന്റെ പാർട്ട് 2 ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. പാർട്ട് 2 ഇല്ല കേട്ടോ. ഷോർട്ട് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു പറയാൻ തോന്നുന്നില്ല. വൻകുടലും ചെറുകുടലും ഒക്കെ ഇങ്ങനെ പിണഞ്ഞിരിക്കുന്നു വയറിനകത്ത്. പിന്നെ ഉമ്പിളിക്കൂടൊക്കെ ഇല്ലാണ്ടായി, ടച്ച് ചെയ്ത് ഇല്ലാണ്ടായി. എല്ലാവരും ക്യാമറയിലൊക്കെ നോക്കി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്താണേലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. ഇതിന്റെ അവസാനം ആരും സപ്പോർട്ട് ചെയ്യാറില്ല. ഷോർട്ട് ഫിലിമിന്റെ റിയാക്ഷൻസിൽ അറിയാലോ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ. ഷോർട്ട് ഫിലിം റിയാക്ഷൻ. ഹലോ ഹലോ ஓகே ஷோரூம்ல ஜனவரி 20 ல இருந்து 28 வரைக்கும் பிரைடல் எக்ஸிபிஷன் நடக்குது சார். ஓகே நிறைய நியூ கலெக்ஷன்ஸ்லாம் வந்திருக்கு சார். ஆன்டிக் மாடல்லாம் ஏதாவது பர்ச்சேசிங் பிளான் இருக்கா சார்? Okay, I'm from Kerala right now. I'm in. So can I? Yeah. So okay, fine. Thank you.